വാർത്തയിലേക്കാണ്. കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ എത്തിക്കാൻ മെഡിക്കൽ ടൂറിസം കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ പുറത്ത്. അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് നജീബിന്റെ കല്ലട്രാസ് മെഡിക്കൽ ടൂറിസവുമായി ഉണ്ടാക്കിയ കരാർ രേഖകളാണ് പുറത്തുവന്നത്. കരൾ മാറ്റിവെക്കലിന് എത്തിച്ചാൽ രോഗി ഒന്നിന് 1 ലക്ഷം രൂപ, വൃക്ക മാറ്റിവെക്കലിന് രോഗിയെ എത്തിച്ചാൽ 50,000 രൂപ എന്നിങ്ങനെയാണ് തുക പറഞ്ഞിരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജെവിൻ ടുട്ടു ചേരുകയാണ്. ജെവിൻ, വല്ലാത്ത നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഗി ഒന്നിന് 1 ലക്ഷം രൂപ വരെ കമ്മീഷൻ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്? പ്രജല, കഴിഞ്ഞ കുറച്ച് ദിവസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ ആശുപത്രികളിലെ മാനേജ്മെന്റ് അധികൃതരേക്ക് വിളിച്ച് ചോദ്യം ചെയ്യുകയാണ് ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ അതിലെ കള്ളപ്പണം വെളുപ്പിക്കൽ. അതിനിടെയാണ് ഇന്ന് ED ഒരു സുപ്രധാന രേഖ പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഇങ്ങനെയാണ്: കൊച്ചി ലേക്ക് ഷോർ ആശുപത്രിയും അതിനൊപ്പം നേരത്തെ ഈ വ്യാജ രേഖ ചമച്ച് അവയവദാനം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഈ നജീബിന്റെ സ്ഥാപനമായ കല്ലട്രാസും തമ്മിൽ ഉണ്ടാക്കിയ കരാർ രേഖയാണ്. ആ രേഖയിലാണ് ഇതുപോലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. കരാർ പ്രകാരം ഈ കല്ലട്രാസ് സ്ഥാപനം, ഈ നജീബിന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ലേക്ക് ഷോർ ആശുപത്രിയുടെ ഒരു മെന്ററായിട്ട് അല്ലെങ്കിൽ അവർക്ക് രോഗികളെ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന തരത്തിൽ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ഈ രേഖ പറയുന്നത്. ആ ഫെസിലിറ്റേറ്റർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ രോഗിക്കും പണം ഈടാക്കിയാണ്, കമ്മീഷൻ ഈടാക്കിയാണ് ആശുപത്രിയിലേക്ക് ആ രോഗികളെ എത്തിക്കുന്നത്. ആ കമ്മീഷൻ ഇനത്തിലാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ഈ രേഖ പ്രകാരം 1 ലക്ഷം രൂപയാണ് ഒരു കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചു കൊടുത്താൽ, ലേക്ക് ഷോറിൽ എത്തിച്ചു കൊടുത്താൽ ആശുപത്രി ഈ കല്ലട്രാസിന് കൊടുക്കുക. വൃക്ക മാറ്റിവെക്കലിന് പോയാൽ 50,000 രൂപ ഒരു രോഗി എന്ന രീതിയിൽ കൊടുക്കും. ഇനി മറ്റെന്തെങ്കിലും രോഗത്തിന് അവിടെ കിടത്തി ചികിത്സയാണെങ്കിൽ ആ രോഗിയുടെ ബില്ലിന്റെ 10% ഈ നജീബിന്റെ സ്ഥാപനത്തിന് കൊടുത്തിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 1 വർഷമായി ഇത് മുന്നോട്ട് പോയിരുന്നതെന്നാണ് ഈ രേഖ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നടന്ന ഈ വ്യാജരേഖകൾ ചമച്ച് പാവപ്പെട്ട ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചു നടന്ന അവയവക്കടത്തും അവയവദാനവും ഒക്കെയാണ് ഒടുവിൽ ഈ നജീബിനെ കേസിൽ പ്രതിയാക്കുകയും ഇപ്പോഴും നജീബ് ജയിലിൽ തന്നെയാണ് തുടരുന്നത്. നജീബും ഭാര്യയും 9 പേരും ഇതിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിനിടയിൽ ഈ രേഖ പുറത്തു വരുമ്പോഴാണ് ആശുപത്രികൾ ഇതിനിടയിൽ എത്രത്തോളം വലിയ ഗുരുതരമായ കള്ളക്കളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വ്യക്തമാവുന്നത്. ഇതിൽ ഈ രേഖ പിടിച്ചെടുത്ത് ഈ രീതിയിൽ പരിശോധനയും ഇതനുസരിച്ച് വീണ്ടും ഈ ലേക്ക് ഷോർ ആശുപത്രിയുടെ അധികൃതരെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നിപ്പോൾ രാജഗിരി ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരടക്കം ഇവിടെ ED എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റു ചില ആശുപത്രികളിൽ നിന്നൊക്കെ ഡോക്ടർമാർ വന്ന് ചോദ്യം ചെയ്യലിന് വിധേയരായിരുന്നു. ുണ്ട് എന്ന കാര്യമാണ് ED പുറത്തേക്ക് വരുന്നത്. ആശുപത്രിയും ഇതുപോലുള്ള ഇടനിലക്കാരും ഒക്കെ നിന്ന് കമ്മീഷൻ ഇനത്തിൽ പല പാവപ്പെട്ട ആളുകളുടെയും അവയവങ്ങൾ ഇതുപോലെ തട്ടിയെടുക്കുന്നു. അവരറിയാതെ അല്ലെങ്കിൽ അവർക്ക് തുച്ഛമായ തുക നൽകിയൊക്കെ അവയവം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നു. ഇതിനുശേഷം അവയവദാതാവായ ആൾ പല രോഗങ്ങൾ പിടിപെട്ടിരിക്കുന്ന അവസ്ഥ, ആ പണം കിട്ടാത്ത അവസ്ഥ, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗുരുതരമായ ഈ വെളിപ്പെടുത്തലിൽ ഇപ്പോ EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. മറുവശത്ത് പോലീസിന്റെ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ നജീബും ഈ സംഘവും തമ്മിലുള്ള ഈ വലിയൊരു കരാർ ഇനി കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കുകയും കൂടുതൽ അറസ്റ്റും കൂടുതൽ നടപടികളിലേക്ക് കടക്കും. ആശുപത്രികൾക്കെതിരെ കർശനമായ ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ED അന്വേഷണ വിഭാഗത്തിന്റെ ഒരു നീക്കം. ഇന്നിപ്പോ അടുത്ത ചോദ്യം ചെയ്യലുണ്ട്. ഈ നജീബിന്റെ സ്ഥാപനം ഈ പറഞ്ഞ ലേക്ക് ഷോർ അല്ലാതെ മറ്റേതെങ്കിലും ആശുപത്രികളുമായിട്ട് കരാർ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിരിക്കുന്നത് വളരെ സുപ്രധാനമായ ഞെട്ടിക്കുന്ന ഒരു കരാർ തന്നെയാണ്. ഓരോ അവയവത്തിനും ഇതുപോലെ കരൾ മാറ്റിവെക്കലിനും വൃക്ക മാറ്റിവെക്കലിനും ഒക്കെ പല തുക ഈടാക്കി കമ്മീഷൻ കൈപ്പറ്റിയുള്ള നടപടി, അതിൽ കാര്യമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്.